ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം നമ്മെ ചില സാഹചര്യങ്ങൾ, ചില തലത്തിലൂടെ നടത്തുന്നത്, ചില വഴികളിലൂടെ ദൈവം നമ്മെ നടത്തുന്നത് ദൈവികമാർന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. നാം പലപ്പോഴും ചിന്തിക്കും, കർത്താവേ, എന്തുകൊണ്ടാണ് എന്നെ ഈ തലത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഒരുപക്ഷെ നമുക്ക് പല തരത്തിലുള്ള നമുക്ക് ഇഷ്ടപ്പെടാത്ത സാഹചര്യങ്ങളിലൂടെ നമുക്ക് കടന്നു പോകേണ്ടതായിട്ട് വരും. നാം ജനിച്ചു വളർന്ന സംസ്കാരത്തിന് വിരുദ്ധമായിട്ട് ഒരുപക്ഷെ നമുക്ക് മുന്നോട്ട് പോകേണ്ടുന്ന അവസരങ്ങൾ വരും. ഇവിടെ അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം പഠിപ്പിക്കുകയാണ്. മോശെ മിസ്രയീമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ചു, വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്നു. ഇവിടെ മോശ എന്ന ദൈവഭക്തൻ മിസ്രയീം ജനത്തിന്റെ അവരുടെ സംസ്കാരവും ഭാഷയും അവരുടേതായിട്ടുള്ള എല്ലാ കാര്യാദികളും അഭ്യസിച്ച് മുന്നോട്ട് പോയി എന്ന് അവിടെ പഠിപ്പിക്കുകയാണ്. പലപ്പോഴും ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിലും ഇത്തരത്തിൽ പല സാഹചര്യങ്ങളിലൂടെ ദൈവം വഴി നടത്താറുണ്ട്. ഇവിടെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, എബ്രായ ജനത്തെക്കുറിച്ച് നാം ചിന്തിക്കുകയാണെങ്കിൽ അവർ ഒരിക്കലും മറ്റ് സംസ്കാരങ്ങളോ മറ്റ് കാര്യാദികളോ ഒന്നും തന്നെ പഠിക്കുവാൻ താല്പര്യപ്പെടുന്നവനല്ല. പ്രത്യേകിച്ച് അവരുടേതായിട്ടുള്ള ന്യായപ്രമാണവും അവരുടേതായിട്ടുള്ള ദൈവിക മാർഗങ്ങളും നിർദ്ദേശങ്ങളും മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. എന്നാൽ അവിടെ മോശ എന്ന ദൈവഭക്തനെ ദൈവം ഇത്തലത്തിൽ മുന്നോട്ട് നടത്തുകയുണ്ടായി. മോശ സകല ജ്ഞാനവും അഭ്യസിച്ച് മുന്നോട്ട് പോവുകയുണ്ടായി. അവിടെ നാം താഴേക്ക് ചിന്തിക്കുമ്പോൾ, താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, മോശ രാജകോടതിയിൽ നിൽക്കുകയും അതിനുശേഷം യിത്രോവിന്റെ ആടുകൾ മേയ്ക്കുവാൻ മരുഭൂമിയിലേക്ക് കടന്നു പോവുകയും അതിനുശേഷമാണ് ജനനായകനായിട്ട് തീരുന്നത്. ദൈവം നമ്മെക്കുറിച്ച് ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ എവിടെയൊക്കെ നിൽക്കണം, എന്തൊക്കെ ചെയ്യണം എന്ന് ദൈവികമാർന്ന ഒരു പദ്ധതിയുണ്ട്. തിരുവചനത്തിൽ നിന്നും ചില ഉദാഹരണങ്ങൾ നാം എടുക്കുകയാണെങ്കിൽ, അവിടെ തിരുവചന ഭാഗത്തിൽ ദാവീദ് എന്ന ഭക്തൻ 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം അവിടെ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. ഇടയബാലനായിരിക്കുന്ന ദാവീദ് വനാന്തരത്തിൽ ആടുകളെ മേച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സിംഹത്തെയും കരടിയെയും എതിരിടേണ്ടി വന്നു എന്നതാണ്. എന്നാൽ തുടർന്നും നാം ചില ഭാഗങ്ങൾ, അവിടെ അടുത്ത ഒരു ഘട്ടം എന്ന് പറയുന്നത്, അവിടെ ദാവീദ് എന്ന ബാലൻ ഗോലിയാത്ത്, ഫെലിസ്ത്യനായിരിക്കുന്ന മല്ലനായ ഗോലിയാത്തിനെ എതിരിട്ട് അവിടെ തോൽപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത് ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. മുൻപ് ദാവീദിന് നൽകിയത്, വനാന്തരത്തിൽ നൽകിയത് ഒരു പരിശീലനമായിരുന്നെങ്കിൽ, അവിടെ ആ ഫെലിസ്ത്യനിലൂടെ നിർവഹിക്കപ്പെട്ടത് അതൊരു ദൈവിക പദ്ധതിയാണ്. തുടർന്നും നാം വായിക്കുമ്പോൾ അവിടെ ദാനിയേലിന്റെ പുസ്തകത്തിലും കാണുവാൻ കഴിയുന്നു, ബാബിലോണിയൻ സംസ്കാരം മുഴുവനായിട്ട് അവിടെ ദാനിയേൽ പഠിക്കുകയും അതിനനുസൃതമായിട്ടുള്ള ദൈവ പ്രവൃത്തികൾ അവിടെ വെളിപ്പെടുകയും ചെയ്തതായിട്ട് വചനം പഠിപ്പിക്കുകയാണ്. തുടർന്നും അടുത്ത ഘട്ടം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പത്രോസ് അപ്പോസ്തലനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. യേശുക്രിസ്തു വിളിച്ചു വേർതിരിക്കപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠകരമായ, അല്ലെങ്കിൽ കർത്താവ് ഏറ്റവും സ്നേഹിച്ചിരുന്ന ഒരു ശിഷ്യനാണ് പത്രോസ് എന്ന് പറയുന്നത്. അപ്പോൾ പത്രോസ് ആദ്യഘട്ട പരീക്ഷ എന്ന് പറയുന്നത് ആഴിയിലൂടെ നടക്കേണ്ടുന്ന സാഹചര്യം വന്നപ്പോൾ അവൻ വിശ്വാസരഹിതമായിട്ടുള്ള, അല്ലെങ്കിൽ അവിശ്വാസത്തിന്റെ അനുഭവത്തിൽ അവൻ പൂർണ്ണമായിട്ടും ആഴിയിലേക്ക് താഴ്ന്നു പോകുന്ന, കഷ്ടത്തിൽ നിലവിളിക്കുന്ന ഒരു അനുഭവം വന്നു. എന്നാൽ കർത്താവ് തന്നെ ആ പരീക്ഷയിൽ നിന്നും അവനെ വിടുവിക്കുകയാണ്. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് കർത്താവിനെ തള്ളിപ്പറയേണ്ടുന്ന സാഹചര്യമാണ്. നമുക്കറിയാം, കർത്താവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ശിഷ്യന്മാരിൽ ഒരാളാണ് പത്രോസ്. അപ്പോൾ അവിടെ പത്രോസ് പറയുകയാണ്, താൻ ഒരിക്കലും കർത്താവിനെ തള്ളിപ്പറയുകയില്ല. എന്നാൽ യേശു കർത്താവ് പറഞ്ഞു, നീ കോഴി കൂകുന്നതിന് മുൻപായിട്ട് 3 വട്ടം എന്നെ തള്ളിപ്പറയും. തീർച്ചയാണ് ആ പരീക്ഷയിലും അവിടെ പത്രോസിന് ജയിക്കുവാൻ, അല്ലെങ്കിൽ ആ പരീക്ഷയും അകപ്പെട്ടു പോയ അനുഭവങ്ങളെ അവിടെ കാണുവാൻ കഴിയുന്നു. തുടർന്നും അടുത്ത ഒരു ഘട്ടം എന്ന് പറയുന്നത്, അപ്പോസ്തല പ്രവൃത്തികൾക്ക് ആ ഒരു ഭാഗത്തിൽ 1-2 ഭാഗത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. പത്രോസിന്റെ ഒറ്റ പ്രസംഗത്തിൽ 3000-ഓളം പേരെ രക്ഷിക്കപ്പെടുകയും, അല്ലെങ്കിൽ സഭയുടെ അധികാരിയായി തീരുകയും ചെയ്യുന്ന സാഹചര്യത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നു. മുൻപ് 2 ഘട്ടം പത്രോസിന് വന്ന പരീക്ഷയാണ്, അതൊരു പരിശീലനമാണ് ദൈവം നൽകിയത്. വിശ്വാസത്തിൽ അവനെ ഉറച്ച്, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും വിശ്വാസത്തിൽ നിർത്തുക എന്ന ഒരു പരിശീലനം. തുടർന്നും അവിടെ ദൈവ പ്രവൃത്തി അവിടെ നമുക്ക് സഭ പണിയുന്നതിലൂടെ കാണുവാനായിട്ട് കഴിയുന്നു. നാം മനസ്സിലാക്കുക,
ദൈവം നമ്മെ ചില സാഹചര്യങ്ങളിലൂടെ, നമുക്ക് ഇഷ്ടമില്ലാത്ത സാഹചര്യങ്ങളിലൂടെ കൊണ്ടുപോകുന്നത് അത് ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. ഒരുപക്ഷെ അതുകൊണ്ട് നാം ഭാരപ്പെട്ടു പോകേണ്ട, നാം ചിന്താകുലമായിട്ട് മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. സകലവും ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തോടുകൂടെ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കണം. അവിടെ മോശയ്ക്ക് സംഭവിച്ചതുപോലെ ആദ്യം അവിടെ ബാലനായിരുന്ന സമയത്ത് തന്നെ യഹൂദ പാരമ്പര്യം പഠിക്കുകയും അതോടൊപ്പം തന്നെ മിസ്രൈം ദേശത്തുള്ള സംസ്കാരമെല്ലാം പഠിക്കേണ്ടുന്ന അവസരങ്ങൾ വന്നു. തുടർന്നും രാജകൊടതിയിൽ നിൽക്കുകയും അതിനുശേഷം ഇത്രോവിന്റെ ആടുകളെ മേയ്ക്കുവാനായിട്ട് കടന്നു പോവുകയും അതിനുശേഷമാണ് ജനനായകനായിട്ട് തീരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നാം ചിന്തിക്കുക, നമ്മെ ദൈവം ഈ വർഷത്തിൽ 2026 വർഷത്തിൽ പല സാഹചര്യങ്ങളിലൂടെ നടത്തും. അത് തീർച്ചയാണ്. നാം ഒരുപക്ഷെ നമുക്ക് ഇഷ്ടമില്ലാത്ത സാഹചര്യമായിരിക്കാം. ദൈവം നമ്മെ അവിടെ എല്ലാം ശക്തീകരിച്ച് ദൈവ പദ്ധതിക്കായിട്ട് നമ്മെ വിളിച്ചിരിക്കുകയാണ്. അതിനാൽ തന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ എന്ന് എണ്ണിക്കൊണ്ട് മുന്നോട്ട് കർത്താവിൻ്റെ മാർഗനിർദ്ദേശപ്രകാരം മുന്നോട്ട് പോകുവാൻ നമ്മെ സഹായിക്കട്ടെ. ആമേൻ.